ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. +1 ബിസിനസ് സ്റ്റഡീസിൽ പബ്ലിക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പല പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും കഴിഞ്ഞ പല വീഡിയോസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ വീഡിയോസിൻ്റെയൊക്കെ കമൻറ്റിൽ പല വിദ്യാർത്ഥികളും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 4th ചാപ്റ്ററും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ നമുക്ക് 4th ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതിൽ നിന്നും വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്, ക്രെഡിറ്റ് കാർഡ് ഓർ ഡെബിറ്റ് കാർഡ് ഈസ് പോപ്പുലർലി നോൺ ആസ് ഡാഷ്. ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് പൊതുവായിട്ട് അറിയപ്പെടുന്ന പേര് എന്താണ്? പ്ലാസ്റ്റിക് മണി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇനി മറ്റൊരു ക്വസ്റ്റ്യനാണ്, സജസ്റ്റ് എനി 2 പേയ്മെൻറ്റ് മെക്കാനിസം യൂസ്ഡ് ഇൻ ഇ ബിസിനസ്. ഇലക്ട്രോണിക് ബിസിനസ്സും ഉണ്ട്, ഇലക്ട്രോണിക് കൊമേഴ്സും ഉണ്ട്. അത് രണ്ട് നമ്മൾ വ്യത്യാസം എന്താ നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും ഈ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും 2 പേയ്മെൻറ്റ് മെക്കാനിസം, അതായത് നമ്മൾ ഓൺലൈൻ ഇടപാടുകൾ നടത്തുന്ന സമയത്ത് നമ്മൾ ക്യാഷ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന 2 മെക്കാനിസം, ഏതെല്ലാം രീതിയിൽ അവിടെ ക്യാഷ് കൊടുക്കാം എന്നുള്ളതാണ് പേയ്മെൻറ്റ് മെക്കാനിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഏതെങ്കിലും 2 എണ്ണത്തിൻ്റെ പേരാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമുക്കതിൽ വരുന്ന എല്ലാം ഇവിടെ പറയാം. ഒന്ന് ക്യാഷ് ഓൺ ഡെലിവറി. ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കൊണ്ടുവരുന്ന സമയത്ത് ക്യാഷ് കൊടുക്കുന്നതിന് ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുന്നത്. പിന്നെ ചെക്കായിട്ട് ക്യാഷ് കൊടുക്കാം, നെറ്റ് ബാങ്കിങ് ട്രാൻസ്ഫർ വഴി കൊടുക്കാം, നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ബാങ്കിങ് ട്രാൻസ്ഫർ നടത്താം. പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ക്യാഷ് കൊടുക്കാം, ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ക്യാഷ് കൊടുക്കാം, അതുപോലെ ഡിജിറ്റൽ ക്യാഷ് ആയിട്ടും കൊടുക്കാം. ഡിജിറ്റൽ ക്യാഷ് ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈൽ വഴിയൊക്കെ ക്യാഷ് കൊടുക്കുന്നതാണ് ഡിജിറ്റൽ ക്യാഷ് ആയിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അതിൽ ഇലക്ട്രോണിക് കറൻസി എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡുമാണ് പ്ലാസ്റ്റിക് മണി എന്നറിയപ്പെടുന്നത്. ഇതിൽ ഇലക്ട്രോണിക് കറൻസി എന്നറിയപ്പെടുന്നത് ഡിജിറ്റൽ ക്യാഷ് ആണ് കേട്ടോ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. ഇനി എന്താണ് ഇ ബിസിനസ്, എന്താണ് ഇ കൊമേഴ്സ്? നമുക്കറിയാം, ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡും അതുപോലെ ഇൻഡസ്ട്രിയും കൊമേഴ്സും, ഇതിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. വ്യവസായവും വ്യാപാരവും വാണിജ്യവും ചെയ്യുന്നതിനാണ്, അല്ലെങ്കിൽ വ്യാപാര പ്രവർത്തനങ്ങളും വ്യവസായ പ്രവർത്തനങ്ങളും വാണിജ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നതിനാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യവസായവും വ്യാപാരവും വാണിജ്യവുമെല്ലാം നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഈ ബിസിനസ് എന്ന് പറയുന്നത്. ഈ ബിസിനസ് മേ ബി ഡിഫൈൻഡ് ആസ് ദി കണ്ടക്ട് ഓഫ് ഇൻഡസ്ട്രി, ട്രേഡ് ആൻഡ് കൊമേഴ്സ് യൂസിങ് ദി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. അപ്പോൾ ഈ ബിസിനസ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ ഈ ബിസിനസ്സും ഇ ബാങ്കിങ്ങും തമ്മിൽ മാറിപ്പോകരുത്. ഇ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് പ്രവർത്തനങ്ങൾ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക്സിൻ്റെ അല്ലെങ്കിൽ നെറ്റ്വർക്കിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇ ബിസിനസ് എന്ന് പറയുന്നത്. അതുപോലെ ഏതെങ്കിലും 2 ഇ ബാങ്കിങ് സർവീസസ് എഴുതാനായിട്ട് നമ്മളോട് പറയാറുണ്ട്. അപ്പോൾ ഇ ബാങ്കിങ് സർവീസസ് ആണ്, ഇലക്ട്രോണിക് ബാങ്കിങ് സർവീസസ് ആണ് നമ്മുടെ ATM, ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ. അതിൽ ATMൻ്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക, ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ. പിന്നെ ഇലക്ട്രോണിക് ഫണ്ട്സ് ട്രാൻസ്ഫർ, EFT, ഇലക്ട്രോണിക് ഫണ്ട്സ് ട്രാൻസ്ഫർ. ഇതൊക്കെ മലയാളം ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി കേട്ടോ. പിന്നെ പോയിന്റ് ഓഫ് സെയിൽ, പിന്നെ ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച്. ഇങ്ങനെയൊക്കെയാണ് ഇത്തരം രീതികൾ ഉപയോഗിച്ചിട്ടാണ് ഇലക്ട്രോണിക് ബാങ്കിങ് സർവീസസ് സേവനങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇ ബാങ്കിങ്ങിൽ നൽകുന്ന സേവനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇ ബാങ്കിങ് നൽകുന്ന സേവനങ്ങളാണ് ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ, ATM, അതുപോലെ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, EFT, പോയിന്റ് ഓഫ് സെയിൽ, പിന്നെ ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച്. മലയാളം അതുപോലെ തന്നെ എഴുതാം. ഇനി ഇതിൽ നിന്ന് തന്നെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, കോമൺലി യൂസ്ഡ് പേയ്മെൻറ്റ് മെക്കാനിസം ഫോർ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആർ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ്. അതായത് പേയ്മെൻറ്റ് മെക്കാനിസത്തിൽ ഓൺലൈൻ ട്രാൻസാക്ഷന് ഓൺലൈൻ ഇടപാടുകളിൽ പേയ്മെൻറ്റ് മെക്കാനിസമായിട്ട് പൊതുവായിട്ട് ഉപയോഗിക്കുന്നത് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഒക്കെയാണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി അതർ മെത്തേഡ്സ് ഓഫ് പേയ്മെൻറ്റ് ഫോർ ഓൺലൈൻ ട്രാൻസാക്ഷൻ. ഓൺലൈൻ ഇടപാടുകൾക്ക് വേണ്ടിയിട്ട് ക്യാഷ് നൽകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മറ്റ് രീതികൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഏതൊക്കെയാണ്?
ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും കൂടാതെ പേയ്മെന്റ് മെക്കാനിസത്തിൽ വരുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി, ഡിജിറ്റൽ ക്യാഷ്, ചെക്ക്, നെറ്റ് ബാങ്കിങ്, ട്രാൻസ്ഫർ. അപ്പോൾ ഒരു തവണ പറഞ്ഞതാണ്, പക്ഷേ ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും പറഞ്ഞതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇ കൊമേഴ്സ് ഈസ് എ പാർട്ട് ഓഫ് ഡാഷ്. എന്തിൻ്റെ ഭാഗമാണ് ഇ കൊമേഴ്സ്? ഈ ബിസിനസ്സിൻ്റെ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ, ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപാരവും വ്യവസായവും വാണിജ്യവുമാണ് ബിസിനസ് എന്ന് പറയുന്നത്. എന്നാൽ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ വ്യാപാരവും വ്യാപാര അനുബന്ധ ഘടകങ്ങളുടെയും ആകെത്തുകയാണ് എന്ത്? കൊമേഴ്സ് അല്ലെങ്കിൽ വാണിജ്യം. അപ്പോൾ ആ വാണിജ്യം നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ സഹായത്തോടു കൂടി ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇ കൊമേഴ്സ് എന്നും പറയും. വ്യാപാരവും വ്യവസായവും വാണിജ്യവും നമ്മൾ നെറ്റ്വർക്ക്സിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൻ്റെ സഹായത്തോടു കൂടി ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഈ ബിസിനസ് എന്ന് പറയും. അപ്പോൾ ഈ ബിസിനസ്സിൽ 3 കാര്യങ്ങൾ വരുന്നുണ്ട്: വ്യവസായവും വ്യാപാരവും വാണിജ്യവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ വിശാലമായിട്ടുള്ളൊരു പദമാണ്. ഇ കൊമേഴ്സിനേക്കാളും വളരെ വിശദമായിട്ടുള്ളൊരു പദമാണ് ഈ ബിസിനസ്. എന്നാലോ ഈ കൊമേഴ്സ് ഈ ബിസിനസ്സിൻ്റെ ഭാഗമാണെന്നും നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഡാഷ് ഹാസ് നോ റിയൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് but offers the ability to use real currency in an electronic format. യഥാർത്ഥ കറൻസിക്ക് പകരമായി ഉപയോഗിക്കാൻ സാധിക്കുന്നതും എന്നാൽ ഭൗതികമായ പ്രത്യേകതകൾ ഇല്ലാത്തതുമായ ഒരു ഇലക്ട്രോണിക് ഫോർമാറ്റിലുള്ളതുമായ കറൻസിക്ക് പറയുന്ന പേര് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ്? ഡിജിറ്റൽ ക്യാഷ് ആണ് കേട്ടോ. അപ്പോൾ ഇലക്ട്രോണിക് കറൻസി എന്നറിയപ്പെടുന്ന ഏതാണ്? ഡിജിറ്റൽ ക്യാഷ് ആണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, മിസ്റ്റർ Ram purchased a smartphone from LG company through internet is a dash activity. അതായത് മിസ്റ്റർ രാജു അവർ LG കമ്പനിയുടെ ഒരു സ്മാർട്ട് ഫോൺ ഓൺലൈനായിട്ട് വാങ്ങി. അങ്ങനെ ഓൺലൈനായിട്ട് വാങ്ങുകയാണെങ്കിൽ അത് എന്ത് പ്രവൃത്തിയാണ് അല്ലെങ്കിൽ ഏത് മോഡൽ ഓഫ് ഈ ബിസിനസ് ആണ് എന്നുള്ളതാണ്. ഈ ബിസിനസ് മോഡൽസ് ഉണ്ട്. B2B ബിസിനസ് ടു ബിസിനസ് മോഡൽ, B2G ബിസിനസ് ടു ഗവൺമെൻറ് മോഡൽ, B2C ബിസിനസ് ടു കസ്റ്റമർ മോഡൽ, C2C കസ്റ്റമർ ടു കസ്റ്റമർ മോഡൽ. അതിൽ B2B എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സും തമ്മിൽ നടക്കുന്ന ഇടപാടാണ് B2B. B2G എന്ന് പറഞ്ഞാൽ ബിസിനസ്സും ഗവൺമെൻറ്റും തമ്മിൽ നടക്കുന്ന ഇടപാട്. B2C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സും കസ്റ്റമറും തമ്മിൽ നടക്കുന്ന ഇടപാട്. C2C എന്ന് പറഞ്ഞാൽ കസ്റ്റമറും തമ്മിൽ നടക്കുന്ന ഇടപാട്. അപ്പോൾ ആ തന്നിട്ടുള്ള സെൻറ്റൻസ് നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ ഏതാണ് ആൻസർ എന്നുള്ളത്. അപ്പോൾ ഇവിടെ രാജു എന്ത് ചെയ്യണം? LG കമ്പനിയിൽ നിന്നും ഒരു സ്മാർട്ട് ഫോൺ വാങ്ങണം. അത് ഓൺലൈനായിട്ട് വാങ്ങുകയാണ്. അപ്പോൾ രാജു ആരാണ്? കസ്റ്റമറാണ് അല്ലേ? LG കമ്പനി ആരുമാണ്? ബിസിനസ് സ്ഥാപനമാണ്. അപ്പോൾ അത് എന്ത് മോഡലാണ്? ഏത് ഈ ബിസിനസ് മോഡലാണത്? B2C ആണ്. ബിസിനസ് ടു കസ്റ്റമർ ആണ്. ബിസിനസ്സും കസ്റ്റമറും തമ്മിലുള്ള ഇടപാടാണ്. ഓക്കെ. പിന്നെ അതിൽ വരുന്ന മറ്റൊന്നുണ്ട്, ഇൻട്രാബി കൊമേഴ്സ്. ഇൻട്രാബി കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് സ്ഥാപനത്തിനകത്തുള്ള മറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലാണ് ഇടപാട് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻട്രാബി കൊമേഴ്സ് മോഡൽ എന്നും പറയും. ഓക്കെ. അപ്പോൾ ട്രാൻസാക്ഷൻ വായിച്ചു നോക്കാം. ആ ഒരു ചോദ്യം വായിക്കുമ്പോൾ അതിൽ കസ്റ്റമറും തമ്മിൽ ഇടപാടാണെന്ന് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ അത് C2C മോഡലാണെന്ന് എഴുതുക. ബിസിനസ്സും തമ്മിൽ ഇടപാടാണ് നടക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ അവിടെ B2B എന്ന് എഴുതുക. ഇവിടെ എന്തായാലും ആൻസർ എന്താണ്? B2C ആണ്. അത് ബിസിനസ്സും കസ്റ്റമറും തമ്മിൽ നടക്കുന്ന ഇടപാടാണ്. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, BPO മീൻസ് ഡാഷ്. BPO എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. അപ്പോൾ അത് മലയാളത്തിലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഫുൾ ഫോം അതുപോലെ തന്നെ എഴുതണം, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. അതിൻ്റെ മലയാള അർത്ഥം പുറം ജോലി കരാർ എന്നാണ്. അപ്പോൾ ഈ പുറം ജോലി കരാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പ്രധാനപ്പെട്ട ചില പ്രവർത്തനങ്ങളും അപ്രധാനമായ ചില പ്രവർത്തനങ്ങളും ഉണ്ടാവും. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ അപ്രധാനമായ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അത് ആ ബിസിനസ്സിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും. എന്നാലും പൊതുവായിട്ടുള്ള ചില അപ്രധാന പ്രവർത്തനങ്ങൾ നമുക്ക് പറയാം. ക്യാൻറ്റീൻ പ്രവർത്തനങ്ങൾ, അതുപോലെ ഗാർഡനിങ്, ക്ലീനിങ്, അതുപോലെ തൊഴിലാളികളെ നിയമിക്കുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അപ്രധാനമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, നോൺ കോർ ആക്ടിവിറ്റീസ് എന്ന് പറയുക, അപ്രധാനമായ പ്രവർത്തനങ്ങൾ പുറത്തുള്ള ഒരു ഏജൻസിയെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് പുറം ജോലി കരാർ എന്ന് പറയുന്നത്. പുറം ജോലി കരാർ എന്ന് പറയുന്നത് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. അപ്പോൾ എന്ത് ആക്ടിവിറ്റീസാണ് പുറം ജോലി കരാറായിട്ട് നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നോൺ കോർ ആക്ടിവിറ്റീസാണ്, കാതലല്ലാത്ത പ്രവർത്തനങ്ങൾ, അതായത് അപ്രധാനമായ പ്രവർത്തനങ്ങൾ. ഇനി എന്തിനാണ് ഇങ്ങനെ പുറം ജോലി കരാർ നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ബിസിനസ് സ്ഥാപനത്തിന് പ്രധാനപ്പെട്ട അതിൻ്റെ
പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ പുറത്തുള്ള മറ്റ് ഏജൻസികൾക്ക് കരാറായിട്ട് നൽകുന്നത്. അപ്പോൾ എന്തായാലും ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ഇതാണ്. ഇറ്റ് മീൻസ് സോഴ്സ് from outside. In other words, outsourcing refers to hiring out non-core activities of business to third party specialists to take advantage of their experience, expertise and efficiency in performing such activities. അപ്പോൾ എന്ത് ആക്ടിവിറ്റീസ് ആണോ നമ്മൾ പുറം കരാറായിട്ട് നൽകുന്നത്, പുറത്തുള്ള ആളുകൾ കരാറായിട്ട് നൽകുന്നത്, ആ ആക്ടിവിറ്റീസിൽ ആ പ്രവർത്തനങ്ങളിൽ പ്രത്യേക വൈദഗ്ധ്യം നേടിയ ആളുകളായിരിക്കണം. അത്തരത്തിലുള്ള ആളുകൾക്കാണ് പുറം ജോലി കരാറ് നൽകുന്നത്. അപ്പോൾ എന്തായാലും ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് എന്താണ്, പുറം ജോലി കരാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം. അതായത് ഒരു ബിസിനസ്സിന് പ്രധാനപ്പെട്ടതും അപ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ബിസിനസ്സിൻ്റെ അപ്രധാനമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും പുറത്തുള്ള ഒരു ഏജൻസിക്ക് കരാറായിട്ട് നൽകി അവരെ കൊണ്ട് അത് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് പുറം ജോലി കരാർ എന്ന് പറയുന്നത്. അപ്പോൾ നോൺ കോർ ആക്ടിവിറ്റീസ്, അതാണ് അപ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, കാതലല്ലാത്ത പ്രവർത്തനങ്ങൾ. അപ്പോൾ അതിലുള്ള എക്സാമ്പിൾസാണ് ക്യാൻറ്റീൻ പ്രവർത്തനങ്ങൾ, അതുപോലെ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുന്നത്, ഗാർഡനിങ്, അതുപോലെ തന്നെ ക്ലീനിങ്, വൃത്തിയാക്കുന്നത്, അതുപോലെ തൊഴിലാളികളെ നിയമിക്കുന്നത്, റിക്രൂട്ട്മെൻറ്റ് പ്രവർത്തനങ്ങൾ. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കാതലല്ലാത്ത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്. ഈ ബിസിനസ് മോഡൽസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മറന്നു പോകരുത്. ഏതൊക്കെയാണ്? B2B, അത് ഷോർട്ടായിട്ടും പഠിക്കാം, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടും പഠിക്കാം. അതായത് ബിസിനസ് ടു ബിസിനസ് എന്നാണ് B2B എന്ന് പറഞ്ഞാൽ. പിന്നെ B2G, ബിസിനസ് ടു ഗവൺമെൻറ്. ബിസിനസ് ഗവൺമെൻറ് തമ്മിലുള്ള ഇടപാടുകൾ എന്ന് പറഞ്ഞാൽ ടാക്സ് അടക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. പിന്നെ B2C, ബിസിനസ്സും കസ്റ്റമറും തമ്മിലുള്ള ഇടപാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങൾ കസ്റ്റമേഴ്സിന് വിൽക്കുന്നതും അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതൊക്കെയാണ് ബിസിനസ്സും കസ്റ്റമറും തമ്മിലുള്ള ഇടപാട്, അതായത് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നതൊക്കെ. പിന്നെ ബിസിനസ് ടു ബിസിനസ് ഇടപാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് സ്ഥാപനം സപ്ലയേഴ്സിൽ നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ C2C എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ടു കസ്റ്റമർ ഇടപാടുകൾ എന്ന് പറയുന്നത് എന്താണ്? കസ്റ്റമേഴ്സ് ചില ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിട്ട് അവർ മറ്റുള്ള കസ്റ്റമേഴ്സിന് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കസ്റ്റമറും തമ്മിലുള്ള ഇടപാടുകളാണ്. പ്രത്യേകം ഓർത്ത് വെക്കണം. ഈ ബിസിനസ് മോഡൽസ് എന്നാണ് അതിനെ പറയുക കേട്ടോ. സ്കോപ്പ് ഓഫ് ഈ ബിസിനസ്, ഇലക്ട്രോണിക് ബിസിനസ്സിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ബിസിനസ്സിൻ്റെ മോഡൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇത് തന്നെയാണ് അതിൻ്റെ ആൻസർ. അതുപോലെ തന്നെ ബാങ്കിങ്, രണ്ടും നമ്മൾ മാറിപ്പോവരുത്. ബാങ്കിങ് കൊണ്ടുള്ള നമുക്ക് കസ്റ്റമേഴ്സിനുള്ള മെച്ചങ്ങൾ എന്തൊക്കെയെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, നമ്മൾ ഓൺലൈനായിട്ട് ബാങ്കിങ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ മെച്ചങ്ങളാണ് കിട്ടുന്നത് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പോയിൻറ്റ്സ് എഴുതാനായിട്ട് പറ്റും. ഒന്ന് നമുക്ക് പറയാൻ പറ്റും, അത് 24 ഹവർ, അതായത് ഒരു വർഷത്തിൽ 365 ദിവസം 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും അതുപോലെ 24 മണിക്കൂറും നമുക്ക് ബാങ്കിങ് സേവനങ്ങൾ ലഭ്യമാകുമെന്നുള്ളതാണ് ഇലക്ട്രോണിക് ബാങ്കിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു മെച്ചം. അതുപോലെ തന്നെ നമുക്ക് ഏത് യാത്രയിലും എവിടെ നമ്മൾ എത്ര ദൂരെ പോവുകയാണെന്നുണ്ടെങ്കിലും അവിടെയൊന്നും നമുക്ക് ക്യാഷായിട്ട് കയ്യിൽ പിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡോ അതായത് ATM കാർഡൊക്കെ ഉപയോഗിച്ചിട്ട്, അതുപോലെ തന്നെ നമുക്ക് ഡിജിറ്റൽ ക്യാഷ് അതായത് മൊബൈലൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പണമിടപാടുകൾ നടത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് ഇലക്ട്രോണിക് ബാങ്കിങ് കൊണ്ടുള്ള മെച്ചങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പോയിന്റ്സൊക്കെ അതിലേക്ക് കൂട്ടിച്ചേർക്കാം. എന്തായാലും ബാങ്കിങ്ങും ബിസിനസ്സും തമ്മിൽ മാറിപ്പോകരുത്. ഇന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, പരമ്പരാഗത ബിസിനസ്സും ബിസിനസ്സും നമ്മൾ വ്യത്യാസം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ പരമ്പരാഗത ബിസിനസ് ഡിഫറൻസ് ചോദിക്കുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു 3 കോളം കൊടുത്തിട്ട് എഴുതുക. ഒന്ന് ബേസിസ് എന്ന് പറയുന്ന കോളം, പിന്നെ പരമ്പരാഗത ബിസിനസ്, ട്രഡീഷണൽ ബിസിനസ് എന്ന് പറയുന്ന ഒരു കോളം, അതുപോലെ ബിസിനസ് എന്ന് പറയുന്ന ഒരു കോളം കൊടുത്തിട്ട് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പഠിച്ചു വെക്കാൻ പറ്റും. അങ്ങനെ ബേസിസിൽ നമുക്ക് കൊടുക്കാം ഫോർമേഷൻ, അതായത് എങ്ങനെയാണ് രൂപീകരിക്കാൻ പറ്റുക. പരമ്പരാഗത ബിസിനസ് രൂപീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പരമ്പരാഗത ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കാണുന്ന ഷോപ്പുകളൊക്കെ, അവിടെ ഷോപ്പിനൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ സാധനങ്ങൾ പോയി വാങ്ങാനായിട്ടൊരു സ്ഥലം വേണം, അവിടെ കുറേ സാധനങ്ങൾ അടുക്കി വെക്കാനായിട്ടുള്ള സ്ഥലം വേണം, കൂടുതൽ തൊഴിലാളികൾ വേണം, ഇതൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പരമ്പരാഗത ബിസിനസ് രൂപീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഡിഫിക്കൽട്ടാണ്, ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇലക്ട്രോണിക് ബിസിനസ്സിന് ഇത്തരം സ്ഥല സൗകര്യങ്ങളൊന്നും ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അത് വളരെ എളുപ്പത്തിൽ രൂപീകരിക്കാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു ഡിഫറൻസ്, ബേസ് നമുക്ക് അടിസ്ഥാനത്തിൽ കൊടുക്കാം. ഫിസിക്കൽ പ്രസൻസ്, അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് അതായത് ഭൗതിക സാന്നിധ്യം,
ഭൗതിക സാന്നിധ്യം എന്ന് പറയുമ്പോൾ ബിൽഡിങ്ങും ചുറ്റുപാടുകളൊക്കെയാണ് ഭൗതിക സാന്നിധ്യം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ പരമ്പരാഗത ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഭൗതിക സാന്നിധ്യം ആവശ്യമാണ്, ബിൽഡിംഗ് ആവശ്യമാണ്. എന്നാൽ ഈ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ആവശ്യമില്ല, നോട്ട് റിക്വയേർഡ്. പിന്നെ ലൊക്കേഷൻ റിക്വയർമെൻറ്റ്, ഒരു സ്ഥലം ആവശ്യമാണ്, സ്ഥാനം ആവശ്യമാണ്. ഏതിന്? പരമ്പരാഗത ബിസിനസ്സിന് സ്ഥാനം ആവശ്യമാണ്, എന്നാൽ ഈ ബിസിനസ്സിന് അതിൻ്റെ ആവശ്യം ഇല്ല. പിന്നെ കോസ്റ്റ് ഓഫ് സെറ്റിംഗ് അപ്പ്, അതായത് അത് സ്ഥാപിക്കാനുള്ള ചെലവ്. ഒരു പരമ്പരാഗത ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് ബിൽഡിങ്ങും സൗകര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമ്പരാഗത ബിസിനസ് തുടങ്ങാനുള്ള ചെലവ് വളരെ കൂടുതലാണ്. എന്നാൽ ഈ ബിസിനസ് തുടങ്ങാനുള്ള ചെലവ് വളരെ ലോ ആണ്, കുറവാണ്. പിന്നെ നമുക്കറിയാം ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, പ്രവർത്തന ചെലവും ഒരു പരമ്പരാഗത ബിസിനസ് ആണെങ്കിൽ പ്രവർത്തന ചെലവ് വളരെ കൂടുതലാണ്. എന്നാൽ ഈ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ പ്രവർത്തന ചെലവ് വളരെ കുറവാണ്. പിന്നെ നമുക്കറിയാം പരമ്പരാഗത ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് പോയിട്ട് സാധനങ്ങൾ വാങ്ങുകയാണ്. സെയിൽസ്മാനെ നമ്മൾ നേരിട്ട് കണ്ട്, അതായത് സെയിൽസ്മാനും കസ്റ്റമറും തമ്മിൽ, അല്ലെങ്കിൽ ബിസിനസ്മാനും കസ്റ്റമറും തമ്മിൽ അവിടെ കാണാനുള്ള സാഹചര്യം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സപ്ലയേഴ്സും കസ്റ്റമേഴ്സും തമ്മിൽ കാണാനുള്ള ഒരു സാഹചര്യം അവിടെ ലഭിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യത്യാസം പറയാനായിട്ട് പറ്റും. അതായത് ഒരു പരമ്പരാഗത ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നേരിട്ടുള്ള ബന്ധം ഉണ്ടായിരിക്കും. എന്നാൽ ഈ ബിസിനസ് ആണെന്നുണ്ടെങ്കിലോ അവിടെ നേരിട്ടുള്ള ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പരമ്പരാഗത ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സാധനം നേരിട്ട് കണ്ടിട്ട് വാങ്ങിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ബിസിനസ് ആണെന്നുണ്ടെങ്കിലോ നമുക്കതിൻ്റെ ഫിസിക്കൽ പ്രസൻസ് അവിടെ ഉണ്ടാവില്ല. ഗുഡ്സിൻ്റെ സാധനങ്ങൾ നമുക്ക് നേരിട്ട് കണ്ട് അതിൻ്റെ ഗുണമേന്മകൾ അറിഞ്ഞുകൊണ്ട് നമുക്കൊരിക്കലും വാങ്ങിക്കാനായിട്ട് സാധിക്കില്ല. ഇനി നിങ്ങൾ ഈ രണ്ട് ബിസിനസ് തമ്മിൽ മനസ്സിൽ ഓർത്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഡിഫറൻസസ്, വ്യത്യാസങ്ങൾ അവിടെ എഴുതാനായിട്ട് പറ്റും. പരമ്പരാഗത ബിസിനസ് എന്ന് പറയുമ്പോൾ ഷോപ്പിൽ പോയിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത് ആലോചിക്കുക. ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങുന്നതും ആലോചിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പോയിന്റ്സിൽ അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, വ്യത്യാസങ്ങൾ എഴുതാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന് സമൂഹത്തോടുള്ള ബാധ്യതയാണ് നമ്മൾ സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് വ്യത്യസ്ത തരത്തിലുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് ഓർത്ത് വെക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. എക്കണോമിക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളുണ്ട്. സാമ്പത്തിക ഉത്തരവാദിത്തം, അതുപോലെ തന്നെ ലീഗൽ റെസ്പോൺസിബിലിറ്റി, നിയമപരമായ ഉത്തരവാദിത്തങ്ങൾ, എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി, ധാർമ്മികപരമായ ഉത്തരവാദിത്തങ്ങൾ, അതുപോലെ ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി, വിവേചനാത്മകമായ ഉത്തരവാദിത്തങ്ങൾ. ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അതുപോലെ നമുക്ക് എക്സാമ്പിൾസ് തന്നിട്ട് അത് ഏത് തരം റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണെന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, എക്കണോമിക് റെസ്പോൺസിബിലിറ്റി പറഞ്ഞാൽ നമുക്കറിയാം ഒരു ബിസിനസ് സ്ഥാപനം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രവർത്തനമാണ്. അപ്പോൾ നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കിക്കൊണ്ടൊരു ബിസിനസ് കൊണ്ടുപോവുക, അതായത് നല്ല പ്രൊഡക്ട്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുക, ഉൽപ്പാദിപ്പിക്കുക, എന്നിട്ട് അത് കസ്റ്റമേഴ്സിന് വിറ്റിട്ട് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സാമ്പത്തിക ഉത്തരവാദിത്തം, അതിൻ്റെ എക്കണോമിക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ലീഗൽ റെസ്പോൺസിബിലിറ്റി, നിയമപരമായ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്, അതായത് ഗവൺമെൻറ്റിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് സമൂഹത്തിനൊരു വിപത്തൊന്നും ഉണ്ടാക്കാത്ത രൂപത്തിലായിരിക്കണം. അതായത് ഏത് രാജ്യത്താണോ ആ ബിസിനസ് പ്രവർത്തിക്കുന്നത് ആ രാജ്യത്തെ നിയമങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് അവരുടെ നിയമപരമായ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി, ധാർമ്മികപരമായ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു സമൂഹം ബിസിനസ് സ്ഥാപനത്തിൽ നിന്നും എന്താണോ പ്രതീക്ഷിക്കുന്നത് ആ ബിസിനസ്സിൻ്റെ സ്വഭാവം എന്തായിരിക്കണം എന്നുള്ള ഒരു ധാരണ സമൂഹത്തിനുണ്ടായിരിക്കും. അതായത് കസ്റ്റമേഴ്സ് പ്രതീക്ഷിക്കുന്ന എന്താണ്, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് കിട്ടണം, അതുപോലെ തന്നെ തെറ്റായ പരസ്യങ്ങൾ നൽകിയിട്ട് കസ്റ്റമേഴ്സിനെ കബളിപ്പിക്കാനായിട്ട് പാടില്ല, ന്യായമായ വിലയ്ക്ക് സാധനങ്ങൾ കിട്ടണം, ഇങ്ങനെയൊക്കെ ഒരു പ്രതീക്ഷ എന്തുണ്ടാവും, സമൂഹത്തിനുണ്ടാവും. അപ്പോൾ ഒരു സൊസൈറ്റി ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്ന അവരുടെ ബിഹേവിയർ എന്താണോ അതിനെയാണ് നമ്മൾ ധാർമ്മികപരമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. പിന്നെ ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി, വിവേചനപരമായ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ കോവിഡ് ബാധിച്ച ആളുകളെ സഹായിക്കുക, അതുപോലെ വെള്ളപ്പൊക്കമോ അതുപോലെ എന്തെങ്കിലും ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സഹായങ്ങൾ നൽകുക, ഇത്തരത്തിലുള്ള അതായത് റിലീഫിലോട്ട്
റിലീഫ് ഫണ്ടിലോട്ട് പൈസ നൽകുക, ഇത്തരത്തിൽ ചെയ്യുന്ന ചില ഉത്തരവാദിത്തങ്ങളാണ്, അവർ സ്വമേധയാ ചെയ്യുന്ന ചില ഉത്തരവാദിത്തങ്ങളെയാണ് ഡിസ്ക്രിഷണറി വിവേചനപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, give one word, ingestion of harmful substances into the environment which causes serious damage to human and other life. അത് ഒറ്റ വാക്ക് എഴുതാനാണ് പറയുന്നത്. മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ഗുരുതരമായ നാശമുണ്ടാക്കുന്ന രീതിയിൽ ദോഷകരമായ വസ്തുക്കൾ പരിസ്ഥിതിയിലേക്ക് കുത്തിവെക്കുന്നു. ഇതിനൊരൊറ്റ വാക്ക് കൊടുക്കാൻ. എന്താണ്? മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ഗുരുതരമായ നാശമുണ്ടാക്കുന്ന രീതിയിൽ ദോഷകരമായ വസ്തുക്കൾ പരിസ്ഥിതിയിലേക്ക് കുത്തിവെക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൊല്യൂഷൻ, മലിനീകരണം എന്ന് പറയുന്നത്. അപ്പോൾ പൊല്യൂഷനിൽ തന്നെ ലാൻഡ് പൊല്യൂഷൻ ഉണ്ട്, മണ്ണ് മലിനീകരണമുണ്ട്, വാട്ടർ പൊല്യൂഷൻ ജല മലിനീകരണമുണ്ട്, എയർ പൊല്യൂഷൻ വായു മലിനീകരണമുണ്ട്, അതുപോലെ തന്നെ നോയ്സ് പൊല്യൂഷൻ ശബ്ദ മലിനീകരണമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓർത്തെടുത്ത് എഴുതാൻ പറ്റുന്നുള്ളൂ. സോയിൽ പൊല്യൂഷൻ മണ്ണ് മലിനീകരിക്കപ്പെടുന്നത്, കെമിക്കൽസ് പോലുള്ള സാധനങ്ങളൊക്കെ മണ്ണിലോട്ട് തള്ളിയാൽ എന്താണ്? അത് കൃഷിയെ ബാധിക്കും. അതുപോലെ തന്നെ ശബ്ദ മലിനീകരണം കാരണം മനുഷ്യന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. കേൾവിക്കുറവ്, അതുപോലെ മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഹേർട്ടിനെ ബാധിക്കും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ വാട്ടർ പൊല്യൂഷൻ ജലമലിനീകരണം മൂലം ഒരുപാട് മൃഗങ്ങളൊക്കെ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അവയൊക്കെ ചത്തുപോകും. അതുപോലെ മനുഷ്യനും അത് ദോഷകരമായിട്ട് ബാധിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കുക. പൊല്യൂഷൻസിനുള്ള കാരണങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഒരു ബിസിനസ് സ്ഥാപനത്തിന് കസ്റ്റമേഴ്സിനോടുള്ള ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. കസ്റ്റമേഴ്സിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുമ്പോൾ ന്യായമായ വിലക്ക് ക്വാളിറ്റിയുള്ള ഗുണമേന്മയുള്ള സാധനങ്ങൾ ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ് കസ്റ്റമേഴ്സിനോടുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബിസിനസ് സ്ഥാപനത്തിന് സമൂഹത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. അതുപോലെ വർക്കേഴ്സിനോട്, തൊഴിലാളികളോടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. നല്ല തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുക. അതുപോലെ ഗവൺമെൻറ്റിനോടുള്ള ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് സാമൂഹികപരമായിട്ടുള്ള അവരുടെ ലക്ഷ്യങ്ങൾ, അതുപോലെ സാമ്പത്തികപരമായ ലക്ഷ്യങ്ങളൊക്കെ അവർക്ക് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഇങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പിനോട് ഒരു ബിസിനസ് സ്ഥാപനത്തിന് പല തരത്തിലും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി വെക്കുക. സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ എളുപ്പമാണ്. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് എടുത്തിട്ട് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് വായിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിന് ഒരുപാട് കാര്യങ്ങൾ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി 1-2 ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ, ടാറ്റ ലിമിറ്റഡ് കോൺട്രിബ്യൂട്ട് ₹5 crore ടു ദി കോവിഡ് റിലീഫ് ഫണ്ട്. കോവിഡ് റിലീഫ് ഫണ്ടിലോട്ട് 5 കോടി രൂപ നൽകുകയാണ് ടാറ്റ ലിമിറ്റഡ്. ദിസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഈസ് എ പാർട്ട് ഓഫ് ഡാഷ്. എന്ത് ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നൽകുന്നത് എന്നുള്ളതാണ്. ഏത് ഉത്തരവാദിത്തമാണ്? സഹായങ്ങൾ നൽകുന്നത്, റിലീഫ് ഫണ്ടിലോട്ട് പണം നൽകുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സഹായിക്കുന്നത്, ആപത്ത് കാലങ്ങളിൽ സഹായങ്ങൾ നൽകുന്നത്, ഇതൊക്കെ ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ, വിവേചനപരമായ ഉത്തരവാദിത്തങ്ങളാണ്. അതുപോലുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്, പ്രൊട്ടക്റ്റിംഗ് ദി എൻവയോൺമെൻറ്റ്. പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നത് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ടുവാർഡ്സ്. ആരോടുള്ള ഉത്തരവാദിത്തമാണ് ബിസിനസ്സിന്? അത് പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളത് ആരോടുള്ള ഉത്തരവാദിത്തമാണ്? സമൂഹത്തോടുള്ള ഉത്തരവാദിത്തമാണ്. ആൻസർ കമ്മ്യൂണിറ്റിയോടുള്ള ഉത്തരവാദിത്തമാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, ബിസിനസ് എൻ്റർപ്രൈസ് ഹെൽപ്പ് ദി അഫക്റ്റഡ് പീപ്പിൾ ഡ്യൂറിങ് ദി കോവിഡ് പാൻഡമിക് പീരിയഡ്. ദിസ് ഈസ് എ ഡാഷ് റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ ക്വസ്റ്റ്യൻ. കോവിഡ് മഹാമാരി കാലത്ത് കോവിഡ് ബാധിതരായ ആൾക്കാരെ സഹായിക്കുവാൻ ധാരാളം ബിസിനസ് സ്ഥാപനങ്ങൾ മുന്നോട്ട് വന്നു. ഇത് വ്യാപാരത്തിൻ്റെ ഏത് തരം ഉത്തരവാദിത്വമാണ്? അപ്പോൾ ഏതാണ്? വിവേചനപരമായ ഉത്തരവാദിത്തമാണ്, ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റീസ്. കാരണം ഇതൊന്നും നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളല്ല, നിർബന്ധമായിട്ട് നിറവേറ്റേണ്ട ഉത്തരവാദിത്തങ്ങളല്ല. എന്നാൽ ബിസിനസ് സ്ഥാപനത്തിൻ്റെ മഹാമനസ്കത കൊണ്ട് അവർ ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങളാണ്. ഇനി ടു പേ ടാക്സ് പ്രോംപ്റ്റ്ലി ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ടുവാർഡ്സ്. അതായത് നികുതി കൃത്യമായി അടക്കുക എന്നത് വ്യാപാരത്തിൻ്റെ ആരോടുള്ള ഉത്തരവാദിത്തമാണ്? ആരോടുള്ള ഉത്തരവാദിത്തമാണ് നികുതി കൃത്യമായിട്ട് അടക്കുക എന്നുള്ളത്? ഗവൺമെൻറ്റിനോടുള്ള ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആൻസർ എന്താണ്? ഗവൺമെൻറ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, തീർച്ചയായിട്ടും ക്ലിയർ ചെയ്ത് തരും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.